ശബരിമല യുവതീ പ്രവേശന കേസിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഒക്ടോബർ ആദ്യവാരത്തോടെയെന്ന് സൂചന. ക്ഷേത്ര പരിപാലനവുമായി ബന്ധപ്പെട്ട ബോധ്ഗയ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിഷയത്തിൽ സൂചന നൽകിയത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. വിഷ്ണു, കേരളത്തെ സംബന്ധിച്ച് നിർണായകമാണ്. എന്താണ് ചീഫ് ജസ്റ്റിസ് സൂചിപ്പിച്ചത് ശബരിമല കേസുമായി ബന്ധപ്പെട്ട്? അജിംഷാദ്, എന്തായാലും ഇന്ന് ശബരിമല യുവതീ പ്രവേശന കേസിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഒക്ടോബർ ആദ്യവാരത്തോടെ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നൽകിയിരിക്കുന്നത്. ഇത് ക്ഷേത്ര പരിപാലനവുമായി ബന്ധപ്പെട്ട ബോധ്ഗയ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് ഇത്തരമൊരു സൂചന നൽകിയിരിക്കുന്നത്. അതായത് ബോധ്ഗയ കേസ് ശബരിമല വിധിക്ക് ശേഷം പരിഗണിക്കണമെന്ന ഒരാവശ്യം അഭിഭാഷകൻ മുന്നോട്ട് വെച്ചപ്പോഴാണ് ശബരിമല കേസിലെ വിധി ഒക്ടോബർ ആദ്യവാരം ഉണ്ടാകുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചത്. അതോടൊപ്പം തന്നെ ബോധ്ഗയ കേസ് ഒക്ടോബർ 6-ന് പരിഗണിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജി പരിഗണിച്ച 5-അംഗ ഭരണഘടനാ ബെഞ്ച് തയ്യാറാക്കിയ ചോദ്യങ്ങളിൽ നേരത്തെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേട്ട് പൂർത്തീകരിച്ചിരുന്നു. ഈ 9-അംഗ ബെഞ്ചിന്റെ റെഫറൻസിൽ നൽകുന്ന ഉത്തരങ്ങൾക്കനുസരിച്ച് 5-അംഗ ബെഞ്ച് വീണ്ടും പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കും. അതിനെ തുടർന്നായിരിക്കും 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രസ്താവം ഉണ്ടാവുക. ഏതായാലും ആ ഒരു വിധി പ്രസ്താവം ഒക്ടോബർ ആദ്യവാരത്തോടു കൂടി ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നൽകിയിരിക്കുന്നത്. അജിംഷാദ്.